എന്റെ പൊന്നെ അൻഷിത വേറെ ലെവൽ മാസ് കൊല മാസ്. ഭയങ്കര സന്തോഷം തോന്നി ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ. കാരണം നമ്മുടെ മലയാളിയായ അൻഷിത ഇന്ന് പൊളിച്ചടുക്കി. 52 ദിവസമായി ഇവർ വീട്ടിനകത്തോട്ട് കയറിപ്പോയിട്ട്. ഇന്ന് അൻഷിത കളിച്ചതുപോലൊരു ഗെയിം പ്ലേ അതിനകത്ത് ആരും കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ലെവലായിരുന്നു. ഒരു മലയാളി ആയതുകൊണ്ട് പൊക്കി പറയുന്നൊന്നും അല്ല, പക്ഷെ മലയാളി ആയതുകൊണ്ട് അങ്ങനെ കളിച്ചപ്പോൾ ഭയങ്കര ഒരു സന്തോഷം അസേ മലയാളം റിവ്യൂവർ എന്നുള്ള നിലയ്ക്ക്. കാരണം വേറെ ലെവൽ. നമ്മുടെ മലയാളത്തിലൊക്കെ ഡോൾ ടാസ്ക് വന്നിട്ടുണ്ട്, വീക്കിലി ടാസ്ക് ആയിട്ട്. സീസൺ 5 വിഷ്ണു ജോഷിയും ശ്രുതിലക്ഷ്മിയൊക്കെ ആയിട്ട് വഴക്കായിട്ടുണ്ടായിരുന്നു. ഇത് തമിഴിൽ എൻ്റെ പൊന്നെ അൻഷി ഒരു പിടിച്ച പിടിയാലെ നിന്നു. അതിനകത്ത് ലാസ്റ്റ് ഒരു ഫൗൾ പ്ലേ ആണ് വന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും അതുവരെ അർദ്ധരാത്രി 3-3:30 വരെ അൻഷിത പിടിച്ചു നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചരിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഗെയിം പ്ലേ അതിനകത്ത് നടന്നു. ഗെയിം ചേഞ്ച് അല്ല, നല്ലൊരു ഗെയിം പ്ലേ. അൻഷിതയുടെ ഭാഗത്ത് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. എത്ര പറഞ്ഞു കഴിഞ്ഞാലും മതിയാകത്തില്ല, അത്ര അടിപൊളിയായിട്ടുണ്ട് അൻഷിത അതിനകത്ത് ആസ് എ ഗെയിം വ്യൂവിൽ പ്ലേ ചെയ്തത്. പിന്നെ അൻഷിതയുടെ പേരിന് ഗെയിമിനകത്ത് കുറെ അലിഗേഷൻസ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അൻഷിതയ്ക്ക് വിശാലിൻ്റെ അടുത്തൊരു പൊസസീവ് ഉണ്ടെന്ന്. ഇതൊക്കെ എന്ത് വർത്താനമാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം അതിനകത്ത് അങ്ങനെ ഒരു ടോക്കേ ഇല്ല. അവർ നമ്മൾ ജസ്റ്റ് ഹായ് ബൈ അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. പക്ഷെ അതിനെ തന്നെ വളച്ചൊടിച്ച് പല രീതിക്ക് ആ വീട്ടിനകത്ത് കറങ്ങി നടക്കുന്നുണ്ട്. തർഷികയ്ക്കും കൂടി ഈ പറഞ്ഞ പോലെ നമ്മുടെ വിശാലിനെ ഇഷ്ടമായതുകൊണ്ട് ഇവൊക്കെ പൊസസീവ് ആണെന്നുള്ള ലെവലിൽ എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്തോ ഒരു പിടിയുമില്ല. പിന്നെ വിശാൽ തർഷിക ആ ഇഷ്യൂ, ആ ഒരു ലവ് ട്രാക്ക് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇപ്പോഴും ലൈവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പിസോഡ് രാത്രി 3 മണി വരെ ഉള്ളത് കാണിച്ചു. എന്നിരുന്നാലും ലൈവിനകത്ത് പലതും നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പോകുന്നത്. വൈകിപ്പിക്കണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 51 നവംബർ 26 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന് അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. ആദ്യം തന്നെ ഞാൻ പറയും, ഇന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കഴിഞ്ഞ തവണ എൻ്റെ ബിഗ് ബോസ് റിവ്യൂ തമിഴ് കണ്ടുകൊണ്ടിരുന്നവർക്ക് എനിക്ക് നവംബർ ഡിസംബർ മന്ത് ആകുമ്പോൾ ഭയങ്കര ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. തുമ്മലും അലർജിക്കും ശബ്ദമടപ്പൊക്കെയാണ്. എന്തൊക്കെ ഇന്ന് റിവ്യൂവിൽ വരും എന്ന് എനിക്കൊരു പിടിയുമില്ല മക്കളെ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മോർണിംഗ് സോങ് മറ്റേ ഇത് താത്ത വരാറല്ലോ, വന്തയിടയങ്കാട് ആ പാട്ട് ജവാനിലെ പാട്ടാണ്. കുറച്ച് കഴിഞ്ഞ് ദീപക് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തുന്നു. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഇനി നിങ്ങൾ ഓരോരുത്തരും പരസ്പരം അറിയാമെന്നുള്ള ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും, ബോണ്ടിങ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഓരോ ഗെയിമിൻ്റെ കേസ് വരുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. ഫ്രണ്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ നിന്ന് പറയരുത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് അവരുടെ സ്ട്രാറ്റജി ആണെങ്കിലും. അപ്പോൾ മുത്തു ഇന്നലെ നടന്ന മഞ്ചരി അരുൺ ഇഷ്യൂ എടുത്തിടുന്നു. അപ്പോൾ തർഷിക പറഞ്ഞു, ഈ 3 പേരും കൂടെ ഉള്ള ഈ ഒരു ടോക്ക് ഇന്നലെ നിങ്ങൾ പറഞ്ഞു തീർത്താണ്, ഇത് വീണ്ടും കൊണ്ട് ഇവിടെ ഇട്ടത് എന്തിനാണ്? അപ്പോൾ ദീപക് പറഞ്ഞത്, നിങ്ങൾക്ക് തലപോണ കേസാണെങ്കിൽ മാത്രമേ ആരെങ്കിലും ജോലി ചെയ്യുമ്പോൾ എനിക്ക് കിടന്ന് വഴക്കുണ്ടാക്കാവൂ, അല്ലാതെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കരുത്. അത് കഴിയുന്നു. സൗന്ദര്യം റയാനും കൂടെ സംസാരിക്കുകയാണ്. സൗന്ദര്യം പറയണ, എടാ നീ ഇവിടെ ഒരു മോട്ടീവിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, ഞാനും അതെ. നമുക്ക് ഒരേ ലൈൻ പോകേണ്ട കാര്യമില്ല. അതായത് ഇപ്പോൾ ഇവിടെ വന്ന് ഫ്രണ്ട്സ് ആയവർ ഒരേ ലൈൻ പിടിക്കേണ്ട കാര്യമില്ല. ഇപ്പം ജാക്ലിൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൂടെ നിന്ന് ഞാൻ ഗെയിം കളിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല. അതായത് സൗന്ദര്യ റയാനടുത്ത് ക്ലിയർ ആക്കിയതാണ്, ഇവിടെ ലവ് ട്രാക്ക് പിടിച്ച് പോകാനെന്ന് എന്നെ പറ്റത്തില്ല. എനിക്കിപ്പോൾ നിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടൊക്കെ തന്നെ, പക്ഷെ ഒരുമിച്ച് നിന്ന് കളിക്കാനൊന്നും എനിക്ക് പറ്റൂല എന്ന് ആദ്യം കൂട്ടി തന്നെ സൗന്ദര്യം പറഞ്ഞത് വളരെ നല്ല കാര്യം. അപ്പം മുത്തു കുറച്ച് കഴിഞ്ഞിട്ട് സാജനടുത്ത് പറയുന്നു, ഇവിടെ ഒരു തെറ്റ് ചെയ്തിട്ട് ഓരോരുത്തരെ പല രീതിക്ക്, എന്നെ എന്നാലും പല രീതിക്ക് ആരും പോർട്രേറ്റ് ചെയ്തു, എന്നിട്ട് വന്ന് സോറി പറയുന്നതിൽ എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് റയാൻ, മഞ്ചരി, സാജന, റാണവ് ഇവരിയ്ക്കണം. മഞ്ചരി പറയാണ്, എന്തിനാണ് വീണ്ടും വീണ്ടും ഇവിടെ ഇൻചാർജ് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി, കിച്ചൺ ഇൻചാർജ്, സ്റ്റോർ റൂം ഇൻചാർജ്, ഈ റൂളൊക്കെ എടുത്ത് കളഞ്ഞതേ ഇപ്പോഴാണ്. ഇപ്പോൾ സാജന പറഞ്ഞു, ശരിയാണ്, ഓരോന്ന് പറക്കി കളഞ്ഞിട്ട് വീണ്ടും എന്തിനാണ് ഇതെല്ലാം കൊണ്ട് വയ്ക്കുന്നത്? ഒത്തിരി ഫ്രീഡം കിട്ടിയ എപ്പോഴാണ്? കുറച്ച് കഴിയുന്നു. റയാനും ജാക്കലിനും സംസാരിക്കുന്നു. റയാൻ പറയുന്നു, ഇപ്പം ഈ പറഞ്ഞ പോലെ അരുൺ മുത്തു ഇഷ്യൂ അല്ലെങ്കിൽ മഞ്ചരി ഇഷ്യൂല് ഞാൻ അരുണിൻ്റെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ജാക്കൽ, എടാ അരുണിൻ്റെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതല്ല, അരുൺ അവിടെ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല, അരുൺ അവിടെ ഒന്നുമേ ചെയ്തിട്ടില്ല. അപ്പം റയാൻ, അരുൺ എന്തെങ്കിലും തെറ്റ് അരുണിൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അരുണിനെ സ്റ്റാൻഡ് എടുക്കുന്ന ഒരാളാണ്, പക്ഷെ അരുണിന് തെറ്റ് പറ്റിയിട്ടില്ല, അതാണ് അരുൺ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പം സൗന്ദര്യ, മഞ്ചരി കുറച്ച് കഴിഞ്ഞിട്ട് മഞ്ചരി പറയാണ്,
അല്ല, നീ നേരത്തെ പറഞ്ഞു ഞാൻ കള്ളം പറഞ്ഞു, കള്ളം പറഞ്ഞു ഇവിടെ തട്ടി നിൽക്കുന്നു മാറ്റി പറയുന്നു, എപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, എനിക്കിപ്പോൾ അറിയണം. അപ്പൊ സൗന്ദര്യ, നീ ടാസ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കിൽ നീ മഞ്ജരി ആയിട്ടാണോ ക്യാപ്റ്റൻ ആയിട്ടാണോ നിന്നത്, പടത്തലവതിയായിട്ടല്ല നീ നിന്നിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ മഞ്ജരി, ഞാൻ ക്യാരക്ടറായിട്ട് നിന്ന് ചെയ്യുമ്പോൾ എന്തിന് നീ ഞാൻ കള്ളമാണെന്ന്, ഞാൻ ഇവിടെ പറയുന്നത് കള്ളമാണെന്ന് പറഞ്ഞ് എന്നെ പോർട്രേറ്റ് ചെയ്യാൻ നോക്കി. അപ്പോഴത്തേക്കും സൗന്ദര്യ, എനിക്ക് തോന്നി നീ ഫുൾ ഡിസ്കഷൻ ഇവിടെ നടത്തുന്നതിന് മൊത്തം കള്ളത്തരമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ വീണ്ടും മഞ്ജരി, എന്തിനാ അങ്ങനെ പറഞ്ഞു, എന്തിനാ എനിക്ക് പറഞ്ഞുകൂടെ, നീ കള്ളത്തരമാണ് ഇവിടെ കാണിക്കുന്നത്, എനിക്ക് പറഞ്ഞുകൂടെ എന്ന് സൗന്ദര്യ ദേഷ്യപ്പെടുന്നു. അപ്പൊ മഞ്ജരി, എനിക്കറിയണം കാര്യം, എന്നെ എന്തിനു നീ അങ്ങനെ പറഞ്ഞു, ഞാൻ കള്ളം പറഞ്ഞത് എന്ത് കാരണത്തിലാണ് നീ എന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ സൗന്ദര്യ, നീ ടാസ്കിൽ ക്യാപ്റ്റൻ ആയിട്ടാണ് നിന്നത്, അല്ലാതെ പടത്തലവതിയായിട്ടാണ്, നീ ടാസ്കിനകത്തും ക്യാപ്റ്റൻ ആയത്. അപ്പൊ മഞ്ജരി, നീ ഓരോന്ന് പറയുമ്പോൾ ആലോചിച്ചേ പറയാവോ, കേട്ടില്ല? ഓക്കെ ശരി. അപ്പൊ ഇവിടെ നിന്ന് തന്നെ രാവിലെ മഞ്ജരിയും സൗന്ദര്യമായിട്ട് ഇഷ്യൂ നടക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കുറെ ചിരിച്ച് മണ്ണ് കപ്പി, അത് വേറെ കാര്യം. പിന്നീട് സൗന്ദര്യം റയാനും കൂടെ ഇരിക്കുന്നു. സൗന്ദര്യം ചോദിക്കുന്നു, എടാ നിന്റെ വ്യൂവിൽ മഞ്ജരി കള്ളം പറയുന്ന പോലെ നിനക്ക് തോന്നുന്നുണ്ടോ, അത് എനിക്ക് മാത്രമാണോ തോന്നുന്നത്? അപ്പൊ റയാൻ, കള്ളമല്ലടി, അവൾ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, മാറ്റി 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 പറയുന്നു, ഒരു ക്ലാരിറ്റി ഇല്ല അവൾ പറയുന്ന കാര്യങ്ങൾക്ക്. കുറച്ച് കഴിഞ്ഞ് മഞ്ജരി അൻഷിതയോട് സംസാരിക്കുന്നു. അൻഷിത പറയുന്നു, എടി അങ്ങനെയല്ല, അവൾ പറഞ്ഞപ്പോൾ അങ്ങനെ ആയി പോയതായിരിക്കും സൗന്ദര്യ ആക്ച്വലി ഉദ്ദേശം നീ മാറ്റി മാറ്റി പറയുന്ന കേസാണ്, അതാണ് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയത്. വിശാല് സൗന്ദര്യ റയാൻ സംസാരിക്കുന്നു. വിശാല് പറയുന്നു, എടി നിനക്ക് തെറ്റായിരിക്കാം മഞ്ജരി ചെയ്യുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് അങ്ങനെ ആയിരിക്കത്തില്ല, അവളെ മാറ്റി മാറ്റി പറയുന്നു എല്ലാം, അത് ശരിയാണ്, അത് സമ്മതിക്കുന്നു. അപ്പൊ സൗന്ദര്യ, എടാ മുത്തുവില്ലേ, മുത്തുവിന്റെ ആ ഒരു ടാസ്ക് കൊടുക്കും, മുത്തുവിന് ഫസ്റ്റ് ഡേ ടാസ്ക് കൊടുക്കുന്ന ആ സമയം മുതൽ മഞ്ജരിക്ക് ഇളവിയതാണ്. കുറച്ച് കഴിയുന്നു, സാജനയുടെ മൈക്ക് ശരിയായിട്ടല്ല ധരിച്ചിരിക്കുന്നത്. അപ്പം സാജന മൈക്ക് നേരെ ധരിക്കും എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മുടി ഇങ്ങനെ ഇട്ടിരിക്കുന്നു മൈക്കിന്റെ പുറത്തോട്ട്. ഇപ്പൊ ഇങ്ങനെ മൈക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ മൈക്കിന്റെ പുറത്തോടെ മുടി ഇങ്ങനെ കിടക്കുന്നതാണ് ബിഗ് ബോസ് പറയുന്നത്, ഒന്ന് നേരെ ഇടൂ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് ദീപക് അങ്ങോട്ട് വരുന്നു. ഇവളുടെ അടുത്ത് തൊട്ടടുത്തിരിക്കുന്ന മുത്തുവാണ്. അപ്പം മുത്തു ഒന്ന് ശിക്ഷ ചെയ്യണമെന്ന് പറയുന്നു. അപ്പം സാജന ഇങ്ങനെ ചിരിക്കുന്നു. അപ്പം ചിരിക്കാനുള്ള കാര്യമല്ല അവിടെ പറഞ്ഞത്, ഇവിടെ ചിരിക്കരുത്, ഈ കേസിന് ചിരിക്കുക. അപ്പം എനിക്കെന്ത്, ഞാൻ എന്നുള്ള തെറ്റ് ചെയ്താ, മുടി ഇങ്ങനെ കിടന്നതാണ്, ഞാൻ ഒന്നും ചെയ്തൊന്നുമില്ല, എനിക്കത് ചിരിക്കണ്ട. അപ്പോൾ സാജന, എത്ര തവണ ഞാൻ മുത്തുവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണിഷ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ ചിരിക്കത്തില്ല. ഞാൻ ചിരിക്കുന്നില്ല, പക്ഷേ ഞാൻ ചിരിക്കണം. അപ്പം ദീപക് നിനക്ക് ഇഷ്ടം പോലെ നീ ചിരിച്ചോ, പക്ഷേ ഇപ്പം അത് ഈ മൈക്ക് നേരെയാക്കിയിട്ട് നീ ഇഷ്ടം പോലെ നീ ചിരിച്ചോ. ഇപ്പം ഈ ടാസ്കിന്റെ കേസ് പറഞ്ഞപ്പോൾ നീ ചിരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നു. ആക്ച്വലി ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ഈ മൈക്ക് ധരിക്കുന്നത്, മുടി വീഴാൻ പാടില്ല, നമ്മൾ കണ്ടിട്ടുണ്ടോ, ഒത്തിരി ബിഗ് ബോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെയൊന്നും ബിഗ് ബോസ് അനൗൺസ് ചെയ്യൂല. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തെന്താണ്, ഈ വീട്ടിൽ കണ്ടന്റ് ഇല്ല. അപ്പൊ ഈ മൈക്ക് സാജന നേരെ ഇടൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഓട്ടോമാറ്റിക്കലി ശിക്ഷ കിട്ടും. അങ്ങനെയെങ്കിൽ ആ വീട്ടിലൊരു കണ്ടന്റ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. മുത്തുക്കുമരന് ശിക്ഷ വരുന്നല്ല, മയക്ക് ധരിക്കുമെന്ന് എല്ലായിടത്തും പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് കഴിയുന്നു. തർഷിക പവിത്ര, ഇനിയാണ് ഒരു മെയിൻ ഇഷ്യൂ. അതായത് എന്താണ് എപ്പിസോഡിനകത്തുള്ളത് വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നീട് ഒരു പവിത്രയോട് ഇപ്പൊ തർഷിക സംസാരിക്കുന്ന കാര്യമല്ല കുറച്ച് കഴിഞ്ഞ് പുറത്തു വരുന്നത്. തർഷിക പറയുന്നത്, എടി നിനക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് പ്രിഫറൻസ് ഈ വീട്ടിൽ തരുന്നത്. അപ്പൊ പവിത്ര, നീ ആരെ ഇവിടെ പ്രിഫറൻസ് കൊടുക്കേണ്ട കാര്യമില്ല തർഷി, നീ ഇവിടെ കളിക്കാനാണ് വന്നത്. അപ്പൊ തർഷി, എടി നീ ഒരു വീക്ക് ഒരുമാതിരി ഇരുന്നു, എന്താണ് അതിന്റെ കാര്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ വന്ന് നിന്റെ അടുത്ത് എല്ലാം ചോദിച്ചു. അതുപോലെ തന്നെ അൻഷിത ഇപ്പൊ ഒരുമാതിരി ഇരിക്കുകയാണ്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അവളോട് പോയി ചോദിച്ചു, പക്ഷെ അവളൊന്നും പറയുന്നില്ലടി. അപ്പൊ പവിത്ര, അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല, അവൾ ഒരുമാതിരി ഇരിക്കുന്നില്ല, നിനക്ക് തോന്നുന്നതാണ് എന്നിങ്ങനെ പറയുന്നു. അപ്പം അങ്ങോട്ട് ആർജെ ആനന്ദി വരുന്നു. അപ്പൊ എടി ടാസ്ക് കളിക്കടി, നീ എന്തവിടെ ചെയ്ത് കഴിഞ്ഞാൽ നീ ടാസ്ക് കളിക്കുന്ന കാര്യത്തിൽ ഇവിടെ നല്ലോണം നോക്കിയാൽ ടാസ്ക് കളിക്കാം. അപ്പൊ തർഷിക, എടി ഞാൻ ഇവിടെ ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത്, ഓക്കെ, ഞാനിവിടെ ഫ്രണ്ട് ആയിട്ട് കാണുന്നതോ അല്ലെങ്കിൽ ലവ് ആയിട്ട് കാണുന്നതോ ഒന്നും ഒരു ടാസ്കിനെ അഫക്ട് ചെയ്യുന്നതേ ഇല്ല. അത് തർഷിക പറഞ്ഞത് ശരിയല്ല. തർഷികയുടെ ടാസ്കിന് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്, ഗെയിമിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പവിത്ര, എടി അവൻ പറയുന്നത് കേൾക്കുന്നില്ല, വിശാല് പറയുന്ന കാര്യം കേൾക്കാനായിട്ട് നീ തയ്യാറല്ല, അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാനുള്ള കാര്യം കേൾക്കാൻ നീ തയ്യാറല്ല. അപ്പൊ ആനന്ദി, എടി അവൻ വരട്ടെ, അവൻ വരുമ്പോൾ നമുക്ക് അവനോട് നേരിട്ട് തന്നെ സോർട്ട് ഔട്ട് എടുത്ത് എന്താണ് അവന് നിന്നോട് പറയാനുള്ളതെന്നല്ല നമുക്ക് നേരിട്ട് ചോദിക്കാം. അപ്പൊ തർഷിക, ഞാൻ കാണിക്കുന്നതൊക്കെ വേസ്റ്റ് ആണ്, ഇവിടെ നിങ്ങളോടൊക്കെ ഓരോരുത്തരോട് കാണിക്കുന്നതൊക്കെ വേറെ സൗണ്ട് അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട്, വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ തർഷിക പോകുന്നു, സൗണ്ട് അടയുന്നു. അപ്പൊ ആനന്ദി പവിത്രയുടെ പറയണേടി, ഒരു പയ്യന് വേണ്ടിയിട്ട് രണ്ടുപേര് തമ്മിലുള്ള ഫൈറ്റ് എല്ലാ സീസണിലും നമ്മൾ കാണുന്നതാണ്. ഇവളെന്തുകൊണ്ട് കേൾക്കുന്നില്ല? അൻഷിതയും നോക്കുക, അൻഷിതയും മാറത്തില്ല, ഇവളും കേൾക്കുന്നില്ല. ഈ ആനന്ദി എന്ത് പൊട്ട ബുദ്ധി വിളിച്ച് വാരി പറയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അൻഷിതയ്ക്ക് വിശാലടുത്ത് അങ്ങനെ ഒരു സാധനം ഇല്ല, അൻഷിതയെ പൊക്കി പറയുന്നതല്ല. ഈ എപ്പിസോഡ് പോലും കാണുന്ന ലൈവ് കാണുന്ന ആൾക്കാർക്ക് അറിയാം അൻഷിതയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. അൻഷിതയ്ക്ക് വിശാലടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അത് ഹായ് ബൈ അത്രേ ഉള്ളൂ. ഇവിടെ
അൻഷിതയ്ക്ക് അഥവാ അർണവിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമ്മതിക്കായിരുന്നു. ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഗെയിമിൽ അങ്ങനെ ഇല്ല. കാരണം അൻഷിത എല്ലായിടത്തും ഹായ് ബായ് അത്രേ ഉള്ളൂ. ഈ വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള വളരെയധികം ഫ്രണ്ടായിട്ടുള്ള അർണവിൻ്റെ അടുത്ത് പോലും ഈ വീട്ടിൽ വന്നിട്ട് ഹായ് ബായ്. പിന്നെയാണ് ഇനി വിശാലിൻ്റെ അടുത്ത്. അൻഷിക്ക് ആ കൂടി വീട്ടിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്ന അർണവിൻ്റെ അടുത്തും സുനിത അടുത്തുമായിരുന്നു. അത് ഇല്ല. അപ്പൊ ഈ വിശാലിന്റെ പേര് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കേ, ഈ ആനന്ദി എന്തൊക്കെ വെഡിതരം വിളിച്ചു വാരി പറയുന്നത്, അൻഷിക്ക് പ്രേമോ പൊട്ട കള്ളത്തരമല്ലേ വിളിച്ചു വാരി പറയുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. പിന്നീട് കുറച്ച് കഴിയുന്നു, നേരെ വിശാലിന് ഈ കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് ആനന്ദി പറയുവാണ്. തർഷികയും ഈ ഇഷ്യൂ നേരെ ചെയ്തത് സാജനയുടെ പറയുന്നു. ആനന്ദി ഇതേ സമയം പവിത്രയുടെ പറയുന്നത് ഈ രണ്ട് പേർക്കും ഒരേപോലെയാണ് അവൻ കാണുന്നത്. അൻഷിതയായാലും അവൻ ഫ്രണ്ടായിട്ടാണ് കാണുന്നത്, തർഷികയായാലും അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പവിത്ര എടി വിശാല് രണ്ട് പേരെയും ഇനി ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെയാണ് കാണുന്നത്. അപ്പോൾ അത് തെറ്റാണ്, അവൻ്റെ ഭാഗത്താണ് എനിക്ക് തെറ്റ് പറയാനുള്ളത് എന്ന് പറയുന്നു. മുത്തു സാധനയെടുത്ത് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നീ അന്നേരം ചിരിച്ചത് ഒരു വഴക്കുണ്ടാക്കാൻ എന്നുള്ള നിലയ്ക്ക് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ചിന്തിക്കത്തുള്ളൂ. അതിന് ഒരു ആവശ്യമില്ലാത്തൊരു ലേബലിൽ എക്സ്പ്ലേഷൻ കൊടുത്ത് എന്തിനാണ് അവിടെ സംസാരിക്കുന്നത്? അപ്പോൾ സാജന ഞാൻ അങ്ങനെയല്ല, ഞാൻ അന്നേരം ചിരിച്ചു, എനിക്ക് ചിരിച്ചൂടെ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പം മുത്തു എടി എൻ്റെ കടമ പറഞ്ഞു തരാനുള്ളത് ഞാൻ പറഞ്ഞു, നീ ചെയ്തത് ശരിയെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഈ കാര്യം എനിക്ക് പറഞ്ഞു തന്നേ പറ്റത്തുള്ളൂ. പിന്നീട് പവിത്ര, ആനന്ദി, അൻഷിത അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അൻഷിത പറയണേ എടി എനിക്ക് നല്ല വീട് മിസ്സാവുന്നതാണ്, ഞാൻ പുറത്ത് പോയിരുന്നു ഇങ്ങനെ വിഷമിച്ചിരുന്നത് ഏട്ടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആനന്ദി കൊണ്ട് എടി സൗണ്ട് ആനന്ദി എടി നീ മനസ്സിൽ വെച്ചിട്ട് എന്തോ പറയുന്നില്ല, നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, പക്ഷെ നീ അത് പറയുന്നില്ല. നീ അവളെ അവോയ്ഡ് ചെയ്യുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. ആർക്ക്? തർഷികയ്ക്ക്. വിശാലിൻ്റെ അടുത്ത് നിനക്ക് വേറെ പോലെ ഒരു പൊസസീവ്നെസ് ഉണ്ട്. അപ്പൊ അൻഷിത ഞാൻ ഈ വീട്ടിൽ വന്നത് ഈ കാര്യത്തിനൊന്നും അല്ല, ഞാനിതിനൊന്നും അല്ല, എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ആനന്ദി എടി പുറത്ത് നിന്നും വിശാലും അൻഷിതയും ഫ്രണ്ട്സ് ആയിരിക്കാം കാണുമ്പോൾ, പക്ഷെ ഇപ്പൊ തർഷികയും അവരുമായിട്ടൊരു ക്രഷൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തർഷികയ്ക്ക് അപ്പൊ നിനക്ക് അവർ തമ്മിലുള്ള ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് ഫ്രണ്ടായിട്ടുള്ള വിശാലടുത്ത് പൊസസീവ്നെസ് ഉണ്ടെന്നാണ് അവളെ കരുതി വെച്ചത്. അപ്പൊ അൻഷിത അത് എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പേ വേണ്ട. ലൈഫിൽ എനിക്ക് നെക്സ്റ്റ് മുന്നോട്ട് പോകാനുള്ള കാര്യമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് ഞാൻ അവൻ്റെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടായിട്ട് അവനിക്ക് ഇഷ്ടമുണ്ടെന്നാണ് അവനും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ആരെ? തർഷികയെ. അതുപോലെ തന്നെ അൻഷി നിന്റെ അടുത്ത് എനിക്ക് എത്ര ഇഷ്ടമുണ്ട്, അവന് അത് ആ ഇഷ്ടമുള്ളൂ ഫ്രണ്ടായിട്ടുള്ളത്. എന്തേലും ഉണ്ടെങ്കിൽ തുറന്ന് പറ എന്നേ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അവനെ തന്നെ എടി ഞാൻ അങ്ങനെ ഫീലിങ്സ് വെച്ച് കളിക്കത്തില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ എങ്ങനത്തെവരാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ തന്നെ താഴ്ത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. വിശാൽ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ എന്തുകൊണ്ടെങ്കിൽ പിന്നെ ഈ ബാക്കി വരുന്ന ഇവിടെ വരുന്ന പ്രശ്നങ്ങൾക്ക് നോ പറയാത്തതെന്ന് ചോദിച്ചു. ഇവളിപ്പോൾ ഈ പറയുന്ന പോലെയാണെങ്കിൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വേണ്ട അവനുമായിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടല്ല ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം എനിക്ക് ഇരിക്കാൻ വയ്യാതായിട്ട് ഇപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ കാരണം അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത്. കാരണം പുറത്തുള്ള അർണവിൻ്റെ ഇഷ്യൂസ് ഒക്കെ കുറച്ച് സീനായിരുന്നല്ലോ. അപ്പം അതെല്ലാം ഒന്ന് മാറ്റി ഞാൻ ആരാണെന്ന് കാണിക്കണം ഞാൻ ഇങ്ങോട്ട് വന്നത് പറഞ്ഞാൽ അൻഷിത ഭയങ്കര കരച്ചിലാണ്. കാരണം ആവശ്യമില്ലാത്ത കാര്യമാണ്, ഞാൻ അനാവശ്യ കാര്യമാണ്. അപ്പം അവൾക്ക് വേണ്ടി, തർഷികയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കതിൻ്റെ ആവശ്യമേ ഇല്ല, എനിക്ക് അങ്ങനെ വരത്തൂല്ല, എനിക്കൊരു പ്രണയം വരത്തൂല്ല, എനിക്ക് അങ്ങനെ പൊസസീവ്നെസ്സും ഇല്ല. അപ്പോൾ വേറെ ഏതെങ്കിലും കേസിലാണ് പറഞ്ഞെങ്കിൽ ഓക്കെ, പിന്നെ സമ്മതിക്കാം. പിന്നെ എൻ്റെ മനസ്സ് എൻ്റെ വീട്ടിൻ്റെ ആ ഒരു ഇതായിരുന്നു. പിന്നെ ഈ വീട്ടിൽ വന്നിട്ട് ഒരിക്കലും എനിക്ക് അത് ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഓക്കെ, അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കണം. പിന്നെ പൊസസീവ് ഉണ്ടാവണമെങ്കിൽ അത്രയധികം ബോണ്ട് വേണം. അത്രയധികം ബോണ്ട് നമ്മൾ തമ്മിൽ ഇല്ല. പിന്നെ ഒരു വിഷയം മതി പലതും മോശമായിട്ട് പുറത്തു വരാൻ. അത് എല്ലാവരും ഓർത്തു കഴിഞ്ഞാൽ നല്ലത്. ഇപ്പം എനിക്ക് അതിന് തീരെ താല്പര്യമില്ല, എന്നെ ഇതിലേക്ക് ഒന്ന് വലിച്ചിടരുത് അൻഷി പറയുവാണ്. അപ്പം ആനന്ദി തെറ്റായി ഞാൻ നിന്നെ പറഞ്ഞതല്ല, പക്ഷേ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചതാണ്, നിങ്ങളത് ക്ലിയർ ആക്കണം. അപ്പം അൻഷിത അത്രയും ഞാൻ അനുഭവിച്ചു, എനിക്ക് അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പുറത്തുനിന്ന് ഒത്തിരി ഞാൻ അനുഭവിച്ചൊരു ഫ്രണ്ട്ഷിപ്പിനെ പേര് അമ്മയാണ് സത്യം. ഞാൻ ഇങ്ങനെ എനിക്ക് അവരോടൊരു പ്രണയവും ഇല്ല, ഒരു പൊസസീവ്നെസ്സും ഇല്ല, ഒന്നുമില്ല. ഇതിനേക്കാളും വലിയ പ്രശ്നം പുറത്ത് എനിക്കുണ്ട്. 1% കൂടെ പോലും എനിക്ക് പ്രണയമില്ല, ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് 100%. പിന്നെ എനിക്ക് തോന്നി തർഷി ഇങ്ങനെ ഡൗട്ട് വെച്ച് നമ്മൾ തമ്മിലുള്ള ആക്റ്റും നമ്മൾ തമ്മിലുള്ള കലാപരമായിട്ടുള്ള സംസാരങ്ങൾ അതെല്ലാം മിക്സ് ചെയ്തത് തർഷി അങ്ങനെ കരുതിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. കുറച്ച് കഴിയുന്നു, വിശാല് തർഷിക സാജന ഇരിക്കുന്നു. തർഷികയുടെ കയ്യിലെന്തോ എരിയുന്നത് കൊണ്ട് ഓയിൻമെൻ്റ് ഒക്കെ വിശാല് പുരട്ടി കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ലവ് ട്രാക്ക് പിടിച്ചത് തന്നെയാണ്. വീക്കിലി ടാസ്ക്, നീയും ബൊമ്മൈ ഞാനും ബൊമ്മൈ, വേറെ ഒന്നുമല്ല, നമ്മുടെ മലയാള സീസൺ 5 വന്ന ഡോൾ ടാസ്ക് ആണ്. 18 ബൊമ്മകൾ ഉണ്ടാകും. ടോട്ടൽ 18 കണ്ടസ്റ്റൻസ് ആണല്ലോ. 18 ബൊമ്മകൾ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഒരു വലിയ ഒരു കൂട പോലെയുണ്ട്. ഈ കൂടയ്ക്കകത്ത് എടുത്തിട്ടിരിക്കും. കുറേ
ബോൾസ് വരുന്നതാണ് അതിൻ്റെ ഇടയിൽ എടുത്ത് ഇട്ടേക്കും. ഓരോ ബൊമ്മയ്ക്കും ഓരോ കണ്ടസ്റ്റന്റിന്റെ പേരായിരിക്കും. ബസർ അടിക്കുമ്പോൾ എല്ലാവരും കൂടെ ഓടി ഇതിനകത്ത് കയറുക, ബൊമ്മ എടുക്കുക. ഒരു വീട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ 17 അറയുണ്ട്. 18 ബൊമ്മ വെക്കാൻ 17 അറ. ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടുന്നത് ഇപ്പൊ അൻഷിതയുടെ ബൊമ്മയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ട് അൻഷിതയെ സേവ് ആക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കൊണ്ട് വെക്കാം. അൻഷിതയെ സേവ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ തന്നെ ബൊമ്മ പിടിച്ചോണ്ടിരിക്കാം. 18 ബൊമ്മ ഫസ്റ്റ് റൗണ്ടിൽ എടുക്കുമ്പോൾ 17 ബൊമ്മ വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പൊ ബാക്കി വെക്കാൻ പറ്റാത്ത ബൊമ്മയിൽ ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് അവര് ആ ഗെയിമിൽ നിന്ന് ഔട്ടാവും. അപ്പൊ ഇങ്ങനെയാണ് വീക്കിലി ടാസ്ക് കളിക്കാനുള്ളത്. ഇപ്പൊ ഒരാൾ ഇപ്പൊ എന്റെ കയ്യിൽ അൻഷിതയുടെ പേര് കിട്ടുമ്പോൾ എനിക്ക് അൻഷിത അടുത്ത ലെവലിൽ ഈ ഗെയിം കളിക്കണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് കൊണ്ടുവയ്ക്കാം. മനസ്സിലായില്ല? എനിക്കത് കൊണ്ടുവയ്ക്കാം. അഥവാ അൻഷിത കളിക്കണ്ട എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അൻഷിതയുടെ പേര് എനിക്ക് എന്ത് ചെയ്യണ്ട, വെക്കണ്ട. അതാണ് ഈ ഒരു ഗെയിം. അപ്പൊ നമുക്ക് തോന്നും എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം ഇപ്പം കൊണ്ടുവച്ചാലും വെച്ചില്ലെങ്കിലും ഒരു ഗെയിം. ഇതിപ്പോ ഔട്ടായെന്ന് പറഞ്ഞ് പോയിന്റ് കിട്ടാനോ അങ്ങനെ ഒന്നിനുള്ള ഗെയിം അല്ലല്ലോ. കാര്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അൻഷിതയുടെ ബൊമ്മ ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് റൗണ്ട് ഗെയിം വരുമ്പോൾ അൻഷിതയ്ക്ക് കളിക്കാൻ പറ്റും. മനസ്സിലായോ? പക്ഷേ ഞാൻ കൊണ്ടുവച്ചില്ല എന്നുണ്ടെങ്കിൽ അൻഷിത ഔട്ടായി പോകണം. അൻഷിത നാളത്തെ എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് റൗണ്ടിലേക്ക് വരുമ്പോൾ അൻഷിതയുടെ പ്രസൻസ് ടാസ്ക് അല്ലേ ടി വിയിൽ എപ്പിസോഡിൽ കാണുള്ളൂ. അപ്പൊ അൻഷിതയുടെ പ്രസൻസ് കുറഞ്ഞു വരും. അപ്പൊ അതാണ് നമ്മൾ ഈ ഗെയിമിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന സംഗതി. അങ്ങനെ പക്ഷേ ഇത് മലയാളം ബിഗ് ബോസിനെക്കാളും സൂപ്പറായിട്ട് ഈ കണ്ടസ്റ്റൻസ് കളിക്കുന്നുണ്ട്, എസ്പെഷ്യലി അൻഷിത. അങ്ങനെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആരെ രക്ഷിക്കണം പോകരുത് എന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഓരോ ടീമുകളായിട്ട് പ്ലാൻ ചെയ്യണം. ഓൾറെഡി വീട്ടിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ടീമാണ് ജെഫ്രി, സൗന്ദര്യ, ജാക്ലിൻ, റയാൻ. ഇവർ 4 പേരും ഒരു ടീമാണ്. അപ്പം നമുക്ക് അങ്ങോട്ടും കൊണ്ട് പരസ്പരം എടുത്ത് വെച്ച് അവസാനം വരെ പോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. മറ്റൊരറ്റത്ത് റാണവ്, മഞ്ചരി, മുത്തു, സാജന, ദീപക്ക് നിന്ന് നോർമലായിട്ട് നമ്മളെല്ലാം സേഫ് ആക്കണം എന്നൊരു സംസാരമാണ്. അൻഷി ഇതേസമയം പവിത്രടുത്തും നമ്മുടെ ജാക്കിലെടുത്ത് ചോദിക്കുകയാണ് ഇതെങ്ങനെയാണ് വെക്കേണ്ടത്, വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഭവിഷ്യത്ത്. അപ്പോൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഔട്ടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, വേണ്ടെങ്കിൽ വെക്കേണ്ടെന്നെല്ലാം പറയുന്നു. അങ്ങനെ തുടക്കമേ എല്ലാവരും പ്ലാൻ ചെയ്യുന്നു. ഫസ്റ്റ് റൗണ്ട് തുടങ്ങുന്നു. ഫസ്റ്റ് റൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, കുറേ പേര് പാവകളൊക്കെ പറക്കിക്കൊണ്ട് വെക്കുന്നു. അപ്പോൾ തർഷികയുടെ കയ്യിൽ സൗന്ദര്യയുടെ പാവ കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, രഞ്ജിത്തിൻ്റെ കയ്യിൽ നമ്മുടെ റാണവിൻ്റെ പാവ ഇരിക്കുകയാണ്. രഞ്ജിത്തിൻ്റെ കയ്യിലിരിക്കുന്ന റാണവിൻ്റെ പാവയെ റയാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, റയാൻ്റെ പേരിൽ റയാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് തർഷികയുടെ ബൊമ്മ എന്ത് ചെയ്യുന്നു, രഞ്ജിത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പം എന്ത് ചെയ്യുന്നു, തർഷികയുടെ കയ്യിൽ സൗന്ദര്യയുടെ ബൊമ്മയും രഞ്ജിത്തിന്റെ കയ്യിൽ തർഷികയുടെ ബൊമ്മയായിരിക്കണം. അപ്പൊ ഇവർ രണ്ടുപേരും കൊണ്ട് വെച്ചിട്ടില്ല. അപ്പൊ തർഷിക ഓൾറെഡി ഇപ്പൊ തർഷികയുടെ കയ്യിലിരിക്കുന്ന സൗന്ദര്യയുടെ ബൊമ്മയാണ്. ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന തർഷികയുടെ ബൊമ്മയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തർഷിക ഔട്ടാവും. അപ്പൊ തർഷിക പറയാണ് കൊള്ളാം കൊള്ളാം കൊള്ളാം, ഗ്യാങ് പ്ലേ, ഇതാണ് ഇൻഡിവിജ്വൽ പ്ലേ, ഗ്യാങ് പ്ലേ, ഞാൻ കൊണ്ട് വെക്കത്തില്ല എന്ന് പറഞ്ഞു എന്തോ ചെയ്യും, കൊള്ളാം, ഇങ്ങനെ എന്നെ കളിക്കണം കേട്ടോ. തർഷിക കൊണ്ട് സൗന്ദര്യയുടെ കൊണ്ട് വെക്കുന്നു. അപ്പം സൗന്ദര്യം എന്ത് ചെയ്യുന്നു, ഔട്ടാവുന്നു. അല്ല, സൗന്ദര്യ വീണ്ടും വന്ന് അയ്യോ വേണ്ടാന്ന് പറഞ്ഞു തിരിച്ചെടുക്കുന്നു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് തർഷിക നല്ല ദേഷ്യപ്പെട്ട് വീട്ടിനകത്തോട് കയറി പോവാണ്. തർഷികയുടെ ബൊമ്മ രഞ്ജിത്തിന്റെ കൈ ഇരിക്കുകയാണല്ലോ. അപ്പൊ രഞ്ജിത്തിന്റെ കൈ ഇരിക്കുന്നതുകൊണ്ടല്ല തർഷികയ്ക്ക് വിഷമമായെന്ന് പറഞ്ഞാൽ രഞ്ജിത്തിന്റെ കയ്യിലിരുന്നത് റാണവിന്റെ ബൊമ്മയാണ്. അത് വാങ്ങിച്ചിട്ട് തർഷികയെ അവോയ്ഡ് ചെയ്യും പോലെ ഇവര് തർഷികയുടെ ബൊമ്മ കൊണ്ട് വെക്കല്ലേ എന്നുള്ള അർത്ഥത്തിൽ അത് രഞ്ജിത്തിന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ പോലെ തർഷികയ്ക്ക് ദേഷ്യം വന്നത്. അങ്ങനെ തർഷിക ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് ഔട്ട് ആവുകയാണ്. അപ്പം തന്നെ രഞ്ജിത്തിൻ്റെ അടുത്ത് ബിഗ് ബോസ് ചോദിക്കുന്നില്ല എന്താ നടന്ന സംഭവം. അപ്പം രഞ്ജിത്ത് നടന്ന സംഭവം പറയുമ്പോൾ ബിഗ് ബോസ് പറയുകയാണ് ആ ഒരു വലിയ കൂടയാണ്. ഈ കൂടയ്ക്കകത്ത് നിന്ന് നിങ്ങൾക്ക് ബൊമ്മകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയോ പിടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ പുറത്തിറങ്ങി മാറ്റൽ നടക്കത്തില്ല. പുറത്തിറങ്ങി ഒരു പരിപാടി നടക്കാത്തതുകൊണ്ട് ഈ റൗണ്ട് കട്ട് ചെയ്തിരിക്കുന്നു, ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്നു. അപ്പോൾ ആ ഒരു ബാൾ പിറ്റിനകത്ത് ഇരിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് ബൊമ്മ മാറ്റാമെന്ന് പറയുന്നു. ഫസ്റ്റ് റൗണ്ട് വീണ്ടും തുടങ്ങുന്നു. ഫസ്റ്റ് റൗണ്ട് തുടങ്ങുമ്പോൾ എല്ലാവരും ബൊമ്മകൾ പറക്കിക്കൊണ്ട് വയ്ക്കുന്നു. സൗന്ദര്യയുടെ ബൊമ്മ മാത്രം ബാക്കിയാവുന്നു. അങ്ങനെ സൗന്ദര്യ ഔട്ട് ആവുകയാണ്. സൗന്ദര്യയുടെ ബൊമ്മ ആരാണോ ഒന്നും വയ്ക്കാത്ത, അത് ഞാൻ ഓർത്തില്ല. ഫസ്റ്റ് റൗണ്ട് സൗന്ദര്യ ഔട്ട് ആവുന്നു. സൗന്ദര്യ വളരെ കൂളായിട്ട് ആ കേസ് എടുക്കുന്നു. ദെൻ പക്ഷെ സാധാരണ സൗന്ദര്യം അങ്ങനെ എടുക്കാറുള്ള പൊട്ടിത്തിറക്കിയതാണ്. സെക്കൻഡ് റൗണ്ട് വരുന്നു. അൻഷിത, പവിത്ര, ഇവർ രണ്ടുപേരുടെ സെക്കൻഡ് റൗണ്ടിന് മുന്നേ ആയിട്ട് സംസാരിക്കുക. അൻഷിത പറയണേടി ഞാൻ നിൻ്റെത് നീ എൻ്റെതൊക്കെ എടുത്ത് നമുക്ക് അങ്ങനെ സേവ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ പവിത്ര പറഞ്ഞു ഞാൻ എൻ്റെ കാര്യം നോക്കിയിരിക്കാനാണ്. അപ്പം പറയാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും, നമ്മൾ ഒരിടത്തും എത്തത്തില്ല. പിന്നീട് സൗന്ദര്യം ദീപക്കും കൂടെ സംസാരിക്കണം. സൗന്ദര്യം പറയണം ദീപക്കണ്ണ നെക്സ്റ്റ് റൗണ്ട് മുതൽ നിങ്ങളുടെ കയ്യിൽ ആരുടെ ബൊമ്മയാണോ കിട്ടുന്നതെന്ന് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരാളുടെ ബൊമ്മ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് വെച്ചിരിക്കണം. നിങ്ങളുടെ ബൊമ്മ കൂടാരത്തിനകത്ത് പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് വെക്കണം. അത് കറക്റ്റ് കാര്യമാണ് സൗന്ദര്യം പറഞ്ഞു കൊടുത്തത്. ഇപ്പം എൻ്റെ ബൊമ്മ, ഇപ്പം എൻ്റെ കയ്യിൽ രഞ്ജിത്തിൻ്റെ ബൊമ്മ കിട്ടി, എൻ്റെ ബൊമ്മ എൻ്റെ പേരുള്ള ബൊമ്മ ആരുടെ കയ്യിലോ കിട്ടട്ടെ, എനിക്കത് നമ്മൾ ഒറ്റയ്ക്ക് കളിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ അങ്ങനെ വേണം കളിക്കാൻ. എൻ്റെ ബൊമ്മ ആരുടെ കയ്യിലോ കിട്ടട്ടെ, ഞാൻ മിണ്ടാതിരിക്കുവാണ്. അത് എൻ്റെ ബൊമ്മ അകത്ത് പോയിട്ട് എൻ്റെ കയ്യിൽ ആരുടെ ബൊമ്മ ഇരുന്ന് കഴിഞ്ഞാൽ കൊണ്ട് വെക്കാവൂ. അതാണെങ്കിൽ കഥ പൊളിക്കും. അപ്പം അത് പറഞ്ഞു കൊടുക്കുകയാണ് സൗന്ദര്യ. എനിക്കാണെങ്കിൽ മൂക്കൊല്ലിച്ച് തുടങ്ങി. അതിന് മുമ്പ് എനിക്ക് റിവ്യൂ തീർക്കണം ഇനി. അങ്ങനെ എന്ത് ചെയ്യുന്നു,
മഞ്ചരി അടുത്ത സെക്കൻഡ് ബസ്സിലടിക്കുന്നു മഞ്ചരി. അയ്യോ എൻ്റെ ബൊമ്മ എവിടെ, എൻ്റെ ബൊമ്മ എവിടെ, എൻ്റെ ബൊമ്മ കാണുന്നില്ല, എൻ്റെ പേരെടുത്ത് ബൊമ്മ എവിടെ, കാരണം അതിനകത്താണ് തപ്പയാണ് ആരെങ്കിലും കയ്യിലെടുത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പം അൻഷിതയുടെ കയ്യിൽ മഞ്ചരിയുടെ ബൊമ്മ കിട്ടുന്നു, മഞ്ചരിയുടെ കയ്യിൽ ജാക്കിലിൻ്റെ ബൊമ്മ കിട്ടുന്നു, ജാക്കിലിൻ്റെ കയ്യിൽ ദീപക്കിൻ്റെ ബൊമ്മ കിട്ടുന്നു. 3 പേര് ഈ ബൊമ്മ വെച്ചിരിക്കുകയാണ്. 3 പേരും വെക്കത്തില്ല, 3 പേര് ബൊമ്മ വയ്ക്കത്തില്ല. അൻഷിതയുടെ ഉദ്ദേശം മഞ്ചരി ഈ റൗണ്ടിൽ കയറരുത്, മഞ്ചരി പോലെ ഒരാളെ എനിക്ക് സേവ് ചെയ്യാൻ താല്പര്യമില്ല, മഞ്ചരി റൗണ്ടിൽ കയറരുത്, ഞാനിത് കൊണ്ട് വെക്കത്തില്ല. മഞ്ചരി ആണെങ്കിലോ ജാക്കിലിൻ്റെ ബൊമ്മ മഞ്ചരിയുടെ കയ്യിൽ ഇരിക്കുവാണ്. അപ്പം എൻ്റെ ബൊമ്മ, അതായത് അൻഷിതയുടെ കയ്യിലിരിക്കുന്ന എൻ്റെ ബൊമ്മ അകത്ത് പോയാലേ ജാക്കിലിൻ്റെ പേരുള്ളത് ഞാൻ കൊണ്ട് വെക്കത്തുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ മഞ്ചരി ഇരിക്കുകയാണ്. ജാക്കിലിനാണെങ്കിലോ ദീപക്കിൻ്റെത് വെക്കാൻ തീരെ ജാക്കിലിന് താല്പര്യമില്ല. പക്ഷേ എന്താ, എൻ്റെ ബൊമ്മ അകത്ത് പോയി കഴിഞ്ഞാൽ, മഞ്ചരിയുടെ കയ്യിലിരിക്കുന്ന എൻ്റെ ബൊമ്മ അകത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ വെക്കാം എന്നുള്ള ഒരർത്ഥത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇതിനിടയിൽ വരുന്നു സൗന്ദര്യ, എന്താണ് ചെയ്തത്, എന്താ അതൊക്കെ പറഞ്ഞൊരു സൗന്ദര്യ മഞ്ചരിയും കൂടെ നല്ല യമണ്ടം വഴക്കാവുന്നുണ്ട്. സൗന്ദര്യം പറഞ്ഞിട്ട് കൊഞ്ഞണം കുത്തുന്നുണ്ട്. മഞ്ചരി നീ അടങ്ങിയിരിക്കുക, അപ്പൊ നീ സംസാരിക്കല്ലേ, എനിക്ക് സംസാരിക്കുമ്പോഴേ ഇറിറ്റേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ നീ എഴുന്നേറ്റ് പോകും, നീ പറയുമ്പോൾ എഴുന്നേറ്റ് പോകാനാണ് ഞാനിവിടെ ഇരിക്കുന്നത് പറഞ്ഞുകൊണ്ട് വൻ വഴക്കാവുകയാണ്. അപ്പൊ അടുത്ത അൻഷിത പറയുന്നു മഞ്ചരി ഞാൻ വെക്കത്തില്ല, മഞ്ചരിയുടെ ബൊമ്മ ഞാൻ വെക്കൂല. അപ്പൊ വിശാൽ എന്താണ് കാര്യം, എന്താണ് നീ എന്താണ് എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കുന്നത്? അപ്പൊ അൻഷിത പറയണേ പിന്നെ സംസാരിക്കും, ഇപ്പൊ ഞാൻ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നില്ല, മഞ്ചരി എന്ന് പറയുന്ന ഈ ബൊമ്മയെ ഞാൻ സേവ് ചെയ്യൂല. അപ്പൊ ജാക്കിലിൻ അൻഷിത അടുത്ത് റെഡി നീ കൊണ്ടുപോയി വെക്ക്. അവർ ഇല്ല ഞാൻ വെക്കത്തില്ല. എടി ധൈര്യമായിട്ട് ജാക്കിലിൻ നിന്റെ കയ്യിലിരിക്കുന്ന ബൊമ്മ ദീപക്കണ്ണന്റെ ബൊമ്മ എനിക്ക് സേവ് ചെയ്യണം, അതുകൊണ്ട് നീ ദീപക്കണ്ണന്റെ ബൊമ്മയെ കൊണ്ട് വെച്ചോ. ദീപക്കണ്ണന്റെ ബൊമ്മ നീ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ബൊമ്മ മഞ്ചരി വെക്കുന്നത് വരെ ഞാനിവിടെ തപസ്സിരിക്കും, ഞാൻ വെക്കാതെ മനഃപൂർവ്വം ഇവിടെ ഇരിക്കും. അപ്പോൾ ബിഗ് ബോസ് പറയാണ് 3 പേരും ബൊമ്മ വെച്ചിട്ടില്ല ഇതുവരെ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ആഹാരവും ഇല്ല, വെള്ളവും ഇല്ല, വാഷ്റൂമും ഇല്ല, വീട്ടിനകത്ത് കയറാനും പാടില്ല, ഗാർഡൻ ഏരിയയിൽ മാത്രമേ ഇരിക്കാവൂ. അപ്പോൾ മഞ്ചരി വരുന്നു. മഞ്ചരി പറയാണ് ദീപക്കല്ലാതെ വേറെ ആരുടെയും ബൊമ്മ ആണ് ജാക്കിലിൻ്റെ കയ്യിൽ ഇരുന്നെങ്കിൽ നീ കൊണ്ട് വെക്കുമായിരുന്നോ? അപ്പം അൻഷിത അറിയില്ല, ഡിപ്പെൻസ്, അറിയത്തില്ല. മഞ്ചരി കുറച്ച് മുത്തൂനെടുത്ത് നോക്ക്, വാഷ്റൂമിൽ പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ പെട്ടുപോകും, അല്ലാതെ എനിക്ക് പറ്റത്തില്ല. കുറച്ച് കഴിഞ്ഞ് മഞ്ചരി അൻഷിത എടുത്ത് റീസൺ എന്താണ് അൻഷിത നീ എൻ്റെ ബൊമ്മ വയ്ക്കാത്തതിന്? അൻഷിത പറയണം എനിക്ക് ദീപക്കണ്ണനെ സേവ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞ് മഞ്ചരി വീണ്ടും ജാക്കിലിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിൻ്റെ കൊണ്ട് വെക്കാൻ പോവാണ്, നീ എനിക്ക് വേണ്ടി നിൽക്കുവോ? നിൽക്കുവോ? ഓക്കെ ഞാൻ നിൽക്കാം, എൻ്റെ ബൊമ്മ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്ര വേണമെങ്കിലും ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ചരി ജാക്കിലിൻ്റെ ബൊമ്മ കൊണ്ട് വെച്ചിട്ട് എനിക്ക് വേണ്ടി ജാക്കിലിനെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ വീട്ടിനകത്തൊന്ന് പറയുന്നത്. രാത്രി 9 മണിയോളം ആവുന്നു. ദീപക്ക് വരുന്നു. അപ്പോൾ ദീപക്കിൻ്റെ ബൊമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അൻഷിത നടന്ന് കളിക്കുന്നത്. അപ്പോൾ ദീപക്ക് വന്നിട്ട് അൻഷിതയെ സംസാരിക്കുന്നു. അൻഷിത നിനക്ക് പറ്റില്ലെങ്കിൽ നീ വെച്ചോ, കുഴപ്പമില്ല, പ്രശ്നമില്ല. ദീപക്കണ്ണ നിങ്ങൾ കളിക്കണോ? എനിക്ക് കളിക്കണം, എങ്കിൽ ഞാൻ വെക്കൂ, എങ്കിൽ ഞാൻ എൻ്റെ ഇങ്ങനെ. അപ്പം നീ എനിക്ക് ഒരു പ്രശ്നമല്ല, ഞാനിങ്ങനെ ഇരുന്നോളാം. പിന്നീട് സൗന്ദര്യ ജാക്കിലിനും കൂടെ സംസാരിക്കും. സൗന്ദര്യം വേണ്ടി അവളുടെ കയ്യിരിക്കണം മഞ്ചരിയുടെ ബൊമ്മയാണ്, അറിയാലോ നിനക്ക്. അപ്പം ഞാൻ ഇരുന്ന് ഇങ്ങനെ എപ്പിസോഡ് കൊണ്ട് ശരിക്കും. അപ്പം ജാക്കിലില്ല, അതിന് അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ്, അവൾ എൻ്റെ ബൊമ്മ കൊണ്ട് വെച്ച് ഞാൻ സേവ് ആയില്ലേ, അപ്പോഴേ ഇനി അവളെ സേവ് ആക്കണം. അപ്പം അൻഷിത അപ്പം മഞ്ചരിയിലെ കറങ്ങി നടക്കുകയാണ്. ഒരറ്റത്ത് ഗ്രൂപ്പ് കൂടി ഇരിക്കുകയാണ്. മുത്തു, വിശാല്, ദീപക്, റാണവ്, പിന്നെ നമ്മുടെ ആനന്ദി, പവിത്ര, അൻഷിത, ഇവരെല്ലാം ഒരറ്റത്ത്. മററ്റത്ത് സൗന്ദര്യ, ജാക്കിലിൻ, റയാൻ, ജഫ്രി, ഇവർ ഒരു ടീമാണല്ലോ, അവരൊരറ്റത്ത് ഇരിക്കുകയാണ്. മഞ്ചരി അങ്ങോട്ട് രണ്ടിടത്തും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നടക്കുവാണ്. അപ്പം അൻഷിത മഞ്ചരിയോട് നിൽക്കുമ്പോൾ ഇത് ഞാൻ അകത്ത് വെക്കാൻ എനിക്ക് താല്പര്യം, ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യം ഇല്ല, ഇത് ഞാൻ വെക്കില്ല. 52 ദിവസമായിട്ട് ഞാനിവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എനിക്കിവിടെ ഗെയിം കളിക്കാൻ അറിയില്ല എന്ന് പലരും പറയുകയാണെങ്കിൽ എനിക്കത് കളിച്ച് കാണിച്ചു കൊടുക്കാനും അറിയാം, അതുകൊണ്ട് ഞാനത് വെക്കില്ല. അപ്പം നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ദീപക്കണ്ണനെ സേവം ചെയ്യണം, നിന്നെ എലിമിനേറ്റും ചെയ്യണം മഞ്ചരി. അപ്പം നേരത്തെ എനിക്ക് അങ്ങനെയല്ല പറഞ്ഞത്, ഇപ്പം ഞാൻ എങ്ങനെയാണ് പറയുന്നത് എന്ന് പറയുന്നു. കുറച്ച് കഴിയുന്നു. മുത്തു പറയാണ് മഞ്ചരി ഇപ്പം പറയണം ജാക്കിലിന് വയ്യാതെ നടക്കാം. മഞ്ചരി പറയണേ ജാക്കിലിൻ നീ കൊണ്ട് എൻ്റെ ബൊമ്മ കൊണ്ട് വെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കിലിൻ കൊണ്ട് വെക്കും. പക്ഷെ മഞ്ചരി അത് പറയൂല. കാരണം മഞ്ചരി ഇവിടെ വന്ന് ഇപ്പം ഇത്രയും ദേഷ്യപ്പെട്ടിട്ട് പോയ സ്ഥിതിക്ക് മഞ്ചരി അത് പറയത്തില്ല. അൻഷിത ഇത്രയും കത്തിക്കയറിയ സ്ഥിതിക്ക് അൻഷിത കൊണ്ട് ആ ബൊമ്മ വെക്കത്തുമില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ ജാക്കിലിനാണ് ചെറുതായിട്ട് വെക്കാൻ ഒരു സാധ്യത ഉള്ളത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് എല്ലാവരും അകത്ത് പോയി. രാത്രി 10, 10:30, 11:30 ആവുന്നു. എല്ലാവരും അകത്ത് പോയി. ഇവർ 3 പേര്, ഇവർ 2 പേര് വെളി കിടക്കട്ടെ എന്ന് പറയുന്നു. അപ്പം മഞ്ചരി വന്നിട്ട് ജാക്കിലിൻ കൊണ്ട് വെക്കുക, എനിക്ക് വേണ്ടി നീ നിൽക്കണ്ട, കുഴപ്പമില്ല, ഞാൻ നിന്നോളാം, ഞാൻ വെച്ചോളാം, എനിക്ക് വേണ്ടി നീ വെച്ചേല്ലേ, അപ്പോൾ നിനക്കാണ് ഞാൻ വെച്ചോളാം. അങ്ങനെ ബ്ലൈൻഡ്സ് വരെ ഇടുന്നു. ബ്ലൈൻഡ്സ് വരെ ഇട്ടിട്ട് ഇവർ വെളി കിടക്കുന്നു. ജാക്കിലിൻ ഒരു 10, 11 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുന്നു.
ഉറങ്ങുമ്പോൾ ബിഗ് ബോസ് പട്ടി കുരയ്ക്കുന്നു, ജാക്കിലിൻ വീണ്ടും എഴുന്നേക്കുന്നു, ഉറങ്ങാൻ പറ്റില്ല. അപ്പം മഞ്ജരി കുറച്ച് കഴിയും ബ്ലൈൻഡ്സ് മാറ്റുമ്പോൾ വീട്ടുകാരൊക്കെ പുറത്തു വരുന്നു. മഞ്ജരി പറയുകയാണ്, എടി എൻ്റെ ബൊമ്മ ഇന്ന് സേവ് ആയി കഴിഞ്ഞാൽ നാളെ ഞാൻ വെറി തന ലെവൽ ഗെയിം ആയിരിക്കും കളിക്കാൻ പോകുന്നത്. അപ്പോൾ വിശാലും അൻഷിതയും ഉണ്ട്. വിശാല് അൻഷിത എടുത്തത് എന്താണെന്ന് ഞാനത് രാവിലെ മുതൽ സംസാരിക്കുന്നത് അൻഷിത ഞാൻ ഇപ്പം പറയുന്നില്ല, നിന്നെയും ദർശകയുടെ വിളിച്ചിരുത്തി എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. പലതും തെറ്റായിട്ടാണ് പോർട്രേറ്റ് ചെയ്യപ്പെടുന്നത്. നല്ല മൊമെന്റ്സ് നമുക്കിവിടെ ഉണ്ട്, അത് നമുക്ക് ഉടക്കണ്ട, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ പറയുന്നു. 3 മണി വരെ അൻഷിത പിടിച്ചിരിക്കുന്നു. അൻഷിതയ്ക്ക് അവസാനം എന്ത് ചെയ്യുന്നു, താഴെ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. താഴെ നിന്ന് അൻഷിതയ്ക്ക് എഴുന്നേക്കാൻ പറ്റാതെ അൻഷിത ഇങ്ങനെ തന്നെ ഇരിക്കുവാണ്. അൻഷിത 3 മണിയാകുമ്പോൾ പറയാണ്, പവിത്ര തൊട്ടടുത്തിരിക്കുകയാണ് ഉറങ്ങാതെ, ജാക്കിലിനപ്പുറത്തിരിപ്പുണ്ട്, മഞ്ജരി കൂട്ടിരിപ്പുണ്ട്, ബാക്കി എല്ലാവരും ഉറങ്ങാനൊക്കെ പോകുന്നുണ്ട്. ആനന്ദി അവിടെ എവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അൻഷി പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടക്കൂല, ബിഗ് ബോസ് എനിക്ക് ബൊമ്മ വെക്കണം, എന്നെക്കൊണ്ട് ഇനി പറ്റില്ല, വാഷ്റൂമിൻ്റെ ഇഷ്യൂ ആണ്, എനിക്ക് ബൊമ്മ വെക്കണം, എനിക്കില്ലെങ്കിൽ പറ്റത്തില്ല, പക്ഷെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തീർന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അൻഷിതയ്ക്ക് നന്നായിട്ട് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട്. പക്ഷെ അപ്പം അത്രയ്ക്ക് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഫുൾ ക്യാമറ ആണല്ലോ. ഇപ്പോൾ മൂത്രം പോകുന്ന പ്രശ്നമല്ല, ക്യാമറ ആണ് സീന്, ഇപ്പോഴത്തെ നമുക്ക് അറിയാലോ. അപ്പം അൻഷി അറിഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബിഗ് ബോസ് പ്രശ്നമാണ്. അപ്പോൾ ഒരുവിധം അവസാനം എന്ത് ചെയ്യുന്നു, അൻഷിത എഴുന്നേറ്റ് ഒരു ഒറ്റ ഓട്ടം പാവയും കൊണ്ട് നേരെ വാഷ്റൂമിൽ പോകുന്നു, മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചിറങ്ങി ലുങ്കി ഉടുത്തോണ്ടാണ് അൻഷിത വരുന്നത്. ലുങ്കി ഉടുത്തോണ്ട്, കാരണം എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഡ്രസ്സിലായി കാണും. കാരണം അത്ര അൻഷിത ഭയങ്കരമായിട്ട് സഹിച്ചു, മാക്സിമം ട്രൈ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, തോറ്റാലും തോറ്റില്ലെങ്കിൽ അത്രയ്ക്ക് പുള്ളിക്കാരി കിടന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും കിടന്ന് പറയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ വീട്ടിനകത്ത് കയറാൻ പാടില്ല, ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഫൗൾ ആണെന്ന്. പക്ഷേ ഫൗൾ കാണിച്ചു കഴിഞ്ഞാൽ അയാളുടെ കയ്യിലിരിക്കുന്ന ബൊമ്മ കൊണ്ട് വെക്കണം, അത് വേറെ കാര്യം, മനസ്സിലായോ? ഫൗള് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൊമ്മ നമ്മളെ കൊണ്ട് വെച്ചു എന്നാണ് അർത്ഥം. വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൊമ്മ സേവ് ചെയ്യുന്നവർ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതാണ് ബിഗ് ബോസ് വീട്ടിൽ കയറരുത്, ആഹാരം കഴിക്കരുത് പറഞ്ഞു. ആഹാരം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ, ബാത്റൂമിൽ പോയാലും നമ്മൾ കാണിക്കുന്ന ഫൗളാണ്. ഫൗളാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബൊമ്മ എന്ത് ചെയ്യണം, തിരിച്ചുകൊണ്ട് വെക്കണം. അതാണ് അങ്ങനെ ഒരുവിധം. പിന്നെ ബാത്റൂമിൽ പോയത് കൊണ്ടുപോയി അൻഷിത വെക്കുവാണ്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു നേരെ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയുന്നു. ആദ്യം ജാക്ലിനെ ഹഗ് ചെയ്യുന്നു, രണ്ടാമത് ജാക്ലിനെ ഹഗ് ചെയ്യാൻ വരുമ്പോൾ ജാക്ലിൻ നമ്മുടെ അൻഷിയെ സമ്മതിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല, തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം എനിക്കത് പേഴ്സണലി ഒരു യോജിക്കാൻ പറ്റില്ല. കാരണം ജാക്ലിൻ ഒന്നുമേ ചെയ്തിട്ടില്ല. അവിടെ മഞ്ജരി എടുത്ത് ദേഷ്യം കാണിച്ചാലും ജാക്ലിൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കേണ്ടതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പം ജാക്ലിനെ കെട്ടിപ്പിടിക്കാതെ നേരെ പോയി അൻഷിത കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം അൻഷിതയ്ക്ക് ദീപക്കിനെ സേവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അൻഷിത മരിച്ച് കിടന്ന് കളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറി തരം ലെവൽ കളിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും അൻഷിതയുടെ ഗെയിം ഒന്ന് ഇഷ്ടപ്പെട്ടു. കയറി വരട്ടെ, അടിപൊളി കേട്ടോ, അടിപൊളി ഇന്ന് അൻഷിതയുടെ ലെവൽ ഗെയിം നമുക്ക് നോക്കാം. ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഒരു 3-3:30 ആയപ്പോഴാണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നാളത്തെ എപ്പിസോഡ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.